Hi everyone, good morning. How was your periodic test 1? After the exam we are meeting now. So I think I checked your answer sheet. Many of you write well and some of you didn't write well. Why? You didn't study well, that is the reason. Okay, don't repeat like that. Then study well. What we studied in the what are we studying now? Okay, what we studied today you should study today. That's why that you following, you can study, you can buy the full mark for the coming exam. Otherwise you can't get mark. Okay, the coming exam you should study well. For that you start study now itself. Okay, we needed to start our next chapter, that is ruling the countryside, third chapter. Take your textbook speedily and take that page. Ruling the countryside. Countryside means village areas, grama pradeshangal, ulpradeshangal, that is countryside. What about the ruling? Ruling means parikka. What about the countryside ruling? Listen to that. How we see one picture there? Okay, what about that picture? Listen to that. The company becomes the Diwan. On 12th August 1765, the Mughal Emperor appointed the East India Company as the Diwan of Bengal. അല്ലേ, അതുപോലെ അതിന് മുമ്പായിട്ട് ഒരുപാട് ബംഗാളിൽ റൂൾ ചെയ്തിരുന്ന ഒരുപാട് ദിവാൻമാരായിരുന്നു. ആ ദിവാനി പവർ എന്ന് പറഞ്ഞാൽ ആ ബംഗാളിൽ നിന്നും പിന്നെ അവിടെയുള്ള കാര്യങ്ങൾ നോക്കാനും അവിടെ നിന്ന് ആളുകളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ബ്രിട്ടീഷേഴ്സിന് കൈമാറുന്നു എന്നുള്ളതാണ്. ദിവാനി പവർ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹാവ് യു അണ്ടർസ്റ്റാൻഡ്? ഓൺ 12th August 1765 ദ മുഗൾ എംപറർ എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദിവാൻ ഓഫ് ബംഗാളായിട്ട് പരിഗണിച്ചു. ബംഗാളിൻ്റെ ദിവാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ ദിവാനി പവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. ഓക്കെ, മുഗൾ എംപയറിനെ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ആ സമയത്ത്. ഓക്കെ, ദ ആക്ച്വൽ ഇവൻറ്റ്, ദിവാനി പവർ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബംഗാളിലുള്ള എല്ലാ ടാക്സസും അവിടെയുള്ള എല്ലാ വരുമാനവും അവർക്കായിരിക്കും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും, ബ്രിട്ടീഷേഴ്സിനായിരിക്കും. ഓക്കെ, ദ ആക്ച്വൽ ഇവൻറ്റ് മോസ്റ്റ് പ്രോബബ്ലി ടുക്ക് പ്ലേസ് ഇൻ റോബർട്ട് ക്ലൈവ് ടെൻറ്റ്. റോബർട്ട് ക്ലൈവ് ആയിരുന്നു അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ. അപ്പോൾ റോബർട്ട് ക്ലൈവ് അയാളുടെ കമാൻഡിങ് ഓഫീസറായിരുന്നു, സോൾജിയേഴ്സിൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്നു റോബർട്ട് ക്ലൈവ്. ആ ഒരു ദിവാനി പവർ മുഗൾ എംപയേഴ്സിൽ നിന്നും കൈമാറുന്നത് ചിലപ്പോൾ 2-3 ആളുകൾ കൂടിയിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. റോബർട്ട് ക്ലൈവിൻ്റെ ടെൻറ്റിലായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. വിത്ത് എ ഫ്യൂ ഇംഗ്ലീഷ്മെൻ ആൻഡ് ഇന്ത്യൻസ് ആൻഡ് വിറ്റ്നസ്. കുറച്ച് ഇംഗ്ലീഷ്മെനും കുറച്ച് ഇന്ത്യൻസും മാത്രം വിറ്റ്നസ്സായിട്ട്, സാക്ഷിയായിട്ടായിരിക്കും അത് റോബർട്ട് ക്ലൈവ്സിൻ്റെ ടെൻസിൽ നടത്തിയിട്ടുണ്ടാവുക. ബട്ട് ഇൻ ദ പെയിൻറ്റിങ് എബോവ് ദ ഇവൻറ്റ് ആസ് ഷോൺ ആസ് മെജസ്റ്റിക് ഒക്കേഷൻ. ആ ദിവാനി പവർ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ, അതായത് കൊടുക്കുന്നതിൻ്റെ പിക്ചറാണ് ആ ഫസ്റ്റ് പേജിൽ യു ക്യാൻ സി. ഓക്കെ, അപ്പോൾ പിക്ചറിൽ അത് കാണിക്കുന്നത് ഒരു മെജസ്റ്റിക് ഒക്കേഷനാണ്, ഒരുപാട് വലിയൊരു സംഭവം നടത്തുന്ന പോലെയാണ് ആ പിക്ചറിൽ കാണുന്നത്. ബൈ ക്ലൈവ് ടു റെക്കോർഡ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗ്രാൻഡ് സെറ്റിംഗ്, അതായത് ഒരുപാട് നല്ല സെറ്റപ്പോട് കൂടിയിട്ടൊക്കെയാണ് അത് നടത്തുന്നത്, ആ പിക്ചറിൽ കാണുന്നത്. ബട്ട് ദ പെയിൻറ്റർ വാസ് കമ്മീഷൻ ബൈ ക്ലൈവ്. എന്താണ്, ആ സമയത്ത് പെയിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നടന്നു പോയിട്ടുണ്ടാവും, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നല്ല പെയിൻറ്റിങ്സ് ആയിട്ട് വരച്ചു വെക്കുക. ആ പെയിൻറ്റേഴ്സിന് എന്ത് ചെയ്യും, പറയുന്ന ആൾ അതിന് കരാറായിട്ട് കൂലി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പെയിൻറ്റർ അയാൾക്ക് കഴിയുന്ന രീതിയിൽ അതിന് വലിയൊരു സംഭവമായിട്ട് വരച്ച് കാണിക്കും. അപ്പോൾ ക്ലൈവിൻ്റെ ടെൻറ്റിൽ ഓൺലി സം ഇംഗ്ലീഷ്മെൻ ആൻഡ് ഇന്ത്യൻസ് കൂടി നടത്തിയ ആ ഒരു ഇവൻറ്റ് വലിയൊരു ഗ്രാൻഡായിട്ടുള്ള സംഭവമായിട്ട് ആ പെയിൻറ്റർ എന്ത് ചെയ്തു, ഡ്രോ ചെയ്തു. ആ പെയിൻറ്റർ ഡ്രോ ചെയ്തിട്ടുള്ള പിക്ചറാണ് വി ക്യാൻ സീ ഹിയർ. ഓക്കെ, ദ പെയിൻറ്റർ വാസ് കമ്മീഷൻ ബൈ ക്ലൈവ് ടു റെക്കോർഡ് ദ മെമ്മറബിൾ ഇവൻറ്റ്സ് ഇൻ ചീഫ്സ് ലൈഫ്സ്. ക്ലൈവിൻ്റെ ലൈഫിൽ ഓർമ്മിക്കപ്പെടുന്നൊരു സംഭവത്തെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലൈവ് എന്ത് ചെയ്തു, കമ്മീഷൻ കൊടുത്തു പെയിൻറ്റർ. കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരാറ് കൊടുത്തു പെയിൻറ്റർക്ക്. അങ്ങനെയാണ് അത് വരച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഗ്രാൻഡ് ഓഫ് ദിവാനി ക്ലിയർലി വാസ് വൺ സച്ച് ഇവൻറ്റ് ഇൻ ബ്രിട്ടീഷ് ഇമാജിനേഷൻ. അപ്പോൾ ദിവാനി പവർ കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട്
ബ്രിട്ടീഷ് ഇമാജിനേഷനിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് തോന്നി. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ വരപ്പിച്ചത്. ഇസ് ഇറ്റ് ക്ലിയർ? On 12th August 1765, the Mughal Emperor appointed the East India Company as the Diwan of Bengal. The actual event most probably took place in Robert Clive's tent, with a few Englishmen and Indians as witness. But in the paintings above, the event is shown as majestic occasion, taking place in a grand setting. The painter was commissioned by Clive to record the memorable events in Clive's lives. The Grand of Diwani clearly was one such event in British imagination. Okay, second paragraph. As Diwan, ഇപ്പോൾ ആരാണ് ദിവാൻ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബംഗാളിൻ്റെ ദിവാനി പവർ ഗോട്ട് ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. As Diwan, the company became the chief financial administrator of the territory under its control. ബംഗാളിലുള്ള ചീഫ് ഫിനാൻഷ്യൽ പ്രധാനപ്പെട്ട പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. Now it had to be think administering the land and organizing its revenue resources. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണ്? ബംഗാളിൻ്റെ ലാൻഡ് ഭരിക്കുക, അവിടെയുള്ള റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളത് മെയിൻ ഡ്യൂട്ടി ആയിട്ട് മാറി ആരുടെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. ദിസ് ഹാഡ് ടു ബി ഡൺ ഇൻ എ വേ ദാറ്റ് കുഡ് ഈൽഡ് ഇനഫ് റവന്യൂ ടു മീറ്റ് ദ ഗ്രോയിങ് എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് ഒരുപാട് വർദ്ധിച്ചു വരുന്ന ചിലവുകളുണ്ട്, ഗ്രോയിങ് എക്സ്പെൻസസ് ഉണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ട് റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു വഴിയായിട്ട് മാറി. A trading company had also ensured that it could buy the products it needed and sell with it wanted. മാത്രമല്ല ദിവാനി പവർ കിട്ടുക എന്ന് പറഞ്ഞാൽ ബംഗാളിലുള്ള ഫുള്ള് കാര്യങ്ങളും പിന്നെ അവർ നോക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെല്ലാം അവർക്ക് വേണോ അവരതിൽ നിന്ന് കച്ചവടം വാങ്ങി, എന്തെല്ലാം അവർക്ക് വിൽക്കണോ അത് അവിടെയുള്ള ആളുകൾ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു. ദാറ്റ് ഈസ് സെയിങ് ഹിയർ എ ട്രേഡിംഗ് കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്ന കമ്പനിയാണ്, എന്നിട്ട് ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങിയതാണ് അല്ലേ. അപ്പോൾ എ ട്രേഡിംഗ് കമ്പനി ഹാഡ് ഓൾസോ എൻഷുർ ദാറ്റ് ഇറ്റ് കുഡ് ബൈ ദ പ്രോഡക്ട്സ് ഇറ്റ് നീഡഡ്. വാങ്ങി അത് ആവശ്യമുള്ള പ്രോഡക്ട്സ് ആൻഡ് സെൽ വാട്ട് ഇറ്റ് വാണ്ടഡ്. അവനാവശ്യമുള്ളതെല്ലാം ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുകയും ചെയ്തു. ഓക്കെ. ഓവർ ദ ഇയേഴ്സ് ദ കമ്പനി ഓൾസോ ലേൺ ദാറ്റ് ഇറ്റ് ഹാഡ് ടു മൂവ് വിത്ത് സം കോഷൻ. Okay, being an alien power, it needed to pacify those who in the past and ruled the countryside. Over the years, the company also learned that it had to move with some caution. ഒരുപാട് വർഷമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവർ ഇപ്പോൾ ഓവർ ദ ഇയേഴ്സ് വർഷം കഴിഞ്ഞപ്പോൾ ദ കമ്പനി കമ്പനി പഠിച്ചു എന്ത്? ദേ മൂവ് ടു മൂവ് സം കോഷൻ, കുറച്ച് കരുതലോട് കൂടിയിട്ട് വേണം മുന്നേറാൻ. ബീങ് ആൻ അലയൻ പവർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന പവറാണ് ബ്രിട്ടീഷേഴ്സ് അല്ലേ. അപ്പോൾ ബീങ് ആൻ അലയൻ പവർ ഇറ്റ് നീഡഡ് എ പെസിഫൈ ദോസ് ഹൂ ഇൻ ദ പാസ്റ്റ് അല്ലേ. ഇറ്റ് നീഡഡ് എ പെസിഫൈ എന്ന് പറഞ്ഞാൽ കുറച്ച് അകലം പാലിക്കണം അവരുമായിട്ട്. ദോസ് ഹൂ ഇൻ ദ പാസ്റ്റ് ഹാഡ് റൂൾഡ് ഇൻ ദ കൺട്രി സൈഡിൽ ആരാണ് മുമ്പേ ഭരിച്ചിരുന്നത് അവരുമായിട്ടൊരു അകലം അല്ലെങ്കിൽ ഒരു നല്ല അടുപ്പം സ്ഥാപിക്കണം എന്നവർക്ക് മനസ്സിലായി. ദ ആൻഡ് എൻജോയ്ഡ് അതോറിറ്റി ആൻഡ് പ്രസ്റ്റീജ് അല്ലേ. റൂൾഡ് ദ കൺട്രി സൈഡ് ആൻഡ് എൻജോയ്ഡ് അതോറിറ്റി ആൻഡ് പ്രസ്റ്റീജ്. കൺട്രി സൈഡിന് അവർക്ക് റൂൾ ചെയ്യണം, അവർക്ക് അവരുടെ പ്രസ്റ്റീജ് അവരുടെ എന്താണ് പൊങ്ങച്ചം കാണിക്കണം. ആൻഡ് അതോറിറ്റി എന്താണ് അവരുടെ അധികാരം എൻജോയ് ചെയ്യണം അല്ലേ. അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറച്ച് കരുതലോടെ മുന്നോട്ട് പോകണം എന്നവർ മനസ്സിലാക്കി. സോ ദോസ് ഹു ഹാഡ് ഹെൽഡ് ലോക്കൽ പവർ ഹാഡ് ടു കൺട്രോൾഡ് ബട്ട് ദേ കുഡ് നോട്ട് ബി എൻറ്റയർലി എലിമിനേറ്റഡ് അല്ലേ. മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പവേഴ്സ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ഏരിയാസിലുള്ള നേതാക്കന്മാർ, അവരെല്ലാം കൺട്രോൾ ചെയ്തു ബൈ ദ ബ്രിട്ടീഷേഴ്സ്. എന്നാൽ ദേ കുഡ് നോട്ട് എൻറ്റയർലി എലിമിനേറ്റ്, എന്നാൽ അവരെ ഫുൾ ഓഫ് എലിമിനേറ്റ് ചെയ്തതും ഇല്ല. ഓക്കെ, ഹൗ വാസ് ദിസ് ടു ബി ഡൺ? ഇതൊക്കെ അവരെങ്ങനെ ചെയ്തു? In this chapter, we will how the company came to colonies the countryside. എങ്ങനെയാണ് ഇന്ത്യയുടെ വില്ലേജസിനെ കോളനിയാക്കിയത്, അതായത് ഭരിച്ചത്. ഓർഗനൈസ് റവന്യൂ റിസോഴ്സസ്, അവിടെ നിന്നെല്ലാം റവന്യൂ കളക്ട് ചെയ്തത്. റീഡിഫൈൻ ദ റീജിയൻസ് ഓഫ് പീപ്പിൾ, ആ റീജിയൻസ് ആളുകളുടെ റീജിയൻസിനെ എങ്ങനെ എന്താണ് ബൗണ്ടറി കീപ്പ് ചെയ്തു. ആൻഡ് പ്രൊഡ്യൂസ് ക്രോപ്സ് ഇറ്റ് വാണ്ടഡ്, ബ്രിട്ടീഷേഴ്സിന് ആവശ്യമുള്ള ക്രോപ്സ് കൃഷി അവരിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ദാറ്റ് വി വിൽ സ്റ്റഡി ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, സോ ഫോർ ദാറ്റ് റവന്യൂ ഫോർ ദ കമ്പനി, ഫസ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് ടോപ്പിക് റവന്യൂ ഫോർ ദ കമ്പനി. ദെൻ ലിസൺ ടു ദ
The company had become the one, but it still saw itself primarily as a trader. It wanted a large revenue income, but was unwilling to set up any regular system of assessment and collection. The effort was to increase the revenue as much as it could and buy fine cotton and silk cloth as cheaply as possible. Within 5 years, the value of goods bought by the company in Bengal doubled. Before 1865, the company had purchased goods in India by importing gold and silver from Britain. Now, the revenue collected in Bengal could finance the purchase of goods for export. What is saying in that paragraph? The company had become the diva. കമ്പനിക്ക് ഇപ്പം എന്ത് കിട്ടി? ദിവാനി പവർ കിട്ടി മുഗൾസിൻ്റെ അടുത്ത് നിന്ന് അല്ലേ. ബട്ട് സ്റ്റിൽ സോ ഇറ്റ് സെൽഫ് പ്രൈമർലി ആസ് എ ട്രേഡർ. ഇപ്പോഴും അവർ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും അവർക്ക് അനുകൂലമായിട്ടുള്ള കച്ചവടം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇറ്റ് വാണ്ടഡ് എ ലാർജ് റവന്യൂ ഇൻകം. ആളുകളുടെ അടുത്ത് നിന്ന് ഒരുപാട് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യണം, നികുതി കളക്ട് ചെയ്യണം. ബട്ട് വാസ് അൺവില്ലിങ് ടു സെറ്റ് അപ്പ് എനി റെഗുലർ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ അല്ലേ. ഒരു നികുതി നമ്മൾ അടക്കുകയാണെങ്കിൽ ഇത്രയും ലാൻഡിന് ഇത്ര നികുതി, അല്ലെങ്കിൽ ഇത്രയും കൃഷിക്ക് ഇത്ര നികുതി എന്നൊക്കെയാണ് അല്ലേ തീരുമാനിക്കുക. എന്നാൽ ഇവരെന്ത് ചെയ്തില്ല? അൺവില്ലിങ് ടു സെറ്റപ്പ് എനി റെഗുലർ സിസ്റ്റം, ഒരേപോലെയുള്ള സിസ്റ്റം അവർ സെറ്റപ്പ് ചെയ്തില്ല. എന്തിനു വേണ്ടിയിട്ട്? വസ്തുക്കളെ അളക്കാനോ, അസസ്മെൻറ്റ് അളക്കാനോ, കളക്ഷൻ ഇന്ന രീതിയിൽ കളക്ട് ചെയ്യാനോ അവർ റെഗുലർ ആയിട്ടുള്ളൊരു സിസ്റ്റം എന്ത് ചെയ്തില്ല? അഡോപ്റ്റ് ചെയ്തില്ല. അവർ അൺവില്ലിങ്, അതിൽ അവർ താല്പര്യം കാണിച്ചില്ല. കാരണം എന്താണ്? ദ എഫേർട്ട് വാസ് ടു ഇൻക്രീസ് ദ റവന്യൂ ആസ് മച്ച്. കാരണം എപ്പോൾ വേണമെങ്കിലും അവർക്ക് കൂട്ടി നികുതി പിരിക്കണം അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം അത് ഇതുപോലെ ചെയ്യാമെന്ന് ഇത്ര അളവിനനുസരിച്ച് ഇത്ര എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അസസ്മെൻറ്റ് ചെയ്യാതെ, കളക്ഷൻ എങ്ങനെ വേണം തീരുമാനിക്കാതെ അവർക്ക് തോന്നിയ പോലെ പിരിച്ചത്. ദ എഫേർട്ട് വാസ്, ഈ എഫേർട്ട് എന്തിനു വേണ്ടായിരുന്നു? ഇൻക്രീസ് റവന്യൂ ആസ് മച്ച് ആസ് ഇറ്റ് കുഡ് അല്ലേ. ഒരുപാട് അളവിൽ റവന്യൂ വാങ്ങുക എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ബൈ ഫൈൻ കോട്ടൺ ആൻഡ് സിൽക്ക് ക്ലോത്ത് ആസ് ചീപ്ലി ആസ് പോസിബിൾ. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ബംഗാളിൽ നിന്ന് കോട്ടനും സിൽക്കും എല്ലാം ചീപ്പായിട്ട് ഇവിടുന്ന് വാങ്ങാൻ എന്താണ് ഹയസ്റ്റ് ആയിട്ടുള്ള നികുതി പിരിക്കാനാണ് അവർ കൃത്യമായിട്ടുള്ളൊരു അസസ്മെൻറ്റ് നടത്താതിരുന്നത്. ഓക്കെ. വിത്തിൻ 5 years ദ വാല്യൂ ഓഫ് ഗുഡ്സ് ബോട്ട് ബൈ കമ്പനി ഇൻ ബംഗാൾ ഡബിൾഡ് അല്ലേ. എന്താണ് വിത്തിൻ 5 years അല്ലേ, 5 വർഷം കൊണ്ട് അവർ വാങ്ങിയിരുന്ന ഐറ്റംസ് ഡബിളായിട്ട് വാങ്ങാൻ തുടങ്ങി. കാരണം വാങ്ങാനുള്ള ക്യാഷിന് അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇവിടെ നിന്ന് കിട്ടി നികുതിയായിട്ട്. ആ നികുതി കൊണ്ട് ചീപ്പായിട്ട് കൊടുത്തിട്ട് ഒരുപാട് അളവിൽ അവർക്ക് വാങ്ങാൻ പറ്റി. ഓക്കെ. ബിഫോർ 1865 എന്തായിരുന്നു? കമ്പനി ഹാഡ് പർച്ചേസ് ഗുഡ്സ് ഇൻ ഇന്ത്യ ബൈ ഇമ്പോർട്ടിങ് ഗോൾഡ് ആൻഡ് സിൽവർ ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്ന് ഗോൾഡും സിൽവറും ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന്, രാജാക്കന്മാർക്കെല്ലാം ഗോൾഡും സിൽവറും ഇഷ്ടമായിരുന്നു. അത് വാങ്ങിയിട്ട് അതിന് പകരമാണ് ഐറ്റംസ് കൊടുത്തിരുന്നത്. ബ്രിട്ടീഷേഴ്സിന് ആവശ്യമുള്ള ക്ലോത്ത്സും കോട്ടണും സിൽക്കും സ്പൈസസ് എല്ലാം കൈമാറുന്നത് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഗോൾഡും സിൽവറും കൈമാറിയിട്ടായിരുന്നു ബിഫോർ 1865. എന്നാൽ ഇപ്പോൾ അവർക്ക് എന്തുണ്ട്? ഗോൾഡും സിൽവറും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർക്ക് ഇവിടെ നിന്ന് തന്നെ എന്തുണ്ട്? ദിവാനി പവർ കൊണ്ട് റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ റവന്യൂ യൂസ് ചെയ്തിട്ട് ദേ ക്യാൻ ചീപ്ലി ബൈ വാട്ട് എവർ ദേ വാണ്ട്. ഓക്കെ. എന്തെല്ലാം അവർക്ക് വേണോ അതെല്ലാം ആ നികുതി കൊണ്ട് തന്നെ അവർക്ക് വാങ്ങാൻ പറ്റി. ബിഫോർ 1865 ദ കമ്പനി ഹാഡ് പർച്ചേസ്ഡ് ഗുഡ്സ് ഇൻ ഇന്ത്യ ബൈ ഇമ്പോർട്ടിങ് ഗോൾഡ് ആൻഡ് സിൽവർ ഫ്രം ബ്രിട്ടൻ. നൗ ദ റവന്യൂ കളക്റ്റഡ് ഇൻ ബംഗാൾ കുഡ് ഫിനാൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ട്. ഇപ്പോൾ ദിവാൻ അല്ലേ, ബംഗാളിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ദേ കുഡ് ബൈ ആൻഡ് എക്സ്പോർട്ട് ടു ബ്രിട്ടൻ. ഓക്കെ. സൂൺ ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ദ ബംഗാൾ എക്കണോമി വാസ് ഫേസിങ് എ ഡീപ്പ് ക്രൈസിസ്. ബംഗാളിൻ്റെ എന്താണ്? അങ്ങേയറ്റം എന്താണ് പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയും അല്ലേ. അങ്ങേയറ്റം നികുതി പിരിക്കുക. എന്നാൽ കർഷകർക്കും അവിടെയുള്ള ആളുകൾക്കും അനുകൂലമായിട്ടൊന്നും ബ്രിട്ടീഷേഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ബംഗാളിലൊരു ബുദ്ധിമുട്ട്, ഒരു ഡീപ്പ് ക്രൈസിസ്, അങ്ങേയറ്റം ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു. സൂൺ ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ബംഗാൾ എക്കണോമി വാസ് ഫേസിങ് എ ഡീപ്പ് ക്രൈസിസ്. ആർട്ടിസൻസ് വേർ ഡിസേർട്ടിങ് വില്ലേജസ്. ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരും കൈകൊണ്ടുണ്ടാക്കുന്ന ചിത്രകാരന്മാരും അവരെന്ത് ചെയ്യുന്നു? ഡിസേർട്ടിങ് വില്ലേജസ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഏരിയ വിട്ടുപോയി. സിൻസ് ദേ വർ ബീങ് ഫോഴ്സ്ഡ് ടു സെൽ ദെയർ ഗുഡ്സ് ടു കമ്പനി അറ്റ് ലോ പ്രൈസസ്. അവരെന്തുണ്ടാക്കുന്നോ അതെല്ലാം ലോ പ്രൈസിൽ ബ്രിട്ടീഷേഴ്സിന് കൈമാറേണ്ടി വന്നു എന്നുള്ള കാരണത്താൽ അവർ
ഡിസേർട്ടഡ് ദ വില്ലേജ് മീൻസ് വില്ലേജിൽ നിന്നും അവർ വിട്ടുപോയി. പെസൻസ് വർ അണേബിൾ ടു പേ ദ ഡ്യൂവേഴ്സ് ദാറ്റ് വർ ബീങ് ഡിമാൻഡഡ് ഫ്രം ദം. കർഷകർക്ക് പെസൻസിന് അല്ലേ അണേബിൾ ടു പേ ദ ഡ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ നികുതിയായിട്ട് ബ്രിട്ടീഷേഴ്സിന് കൊടുക്കേണ്ട ആ ഡ്യൂസ് അവർക്ക് അടക്കാൻ പറ്റാതെ വന്നു. ആർട്ടിസൺ പ്രൊഡക്ഷൻ വാസ് ഇൻ ഡിക്ലൈൻ. ആർട്ടിസണൽ പ്രൊഡക്ഷൻ, ആർട്ടിസൻസ് ഉണ്ടാക്കിയിരുന്ന ഐറ്റംസ് എല്ലാം തകർന്നു. ആ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ വന്നു. ആൻഡ് അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ ഷോഡ് സൈൻ ഓഫ് കൊളാപ്സൻ. അഗ്രികൾച്ചറിലും കൃഷിയിലും എന്താണ് നല്ലൊരു തകർച്ച ഫേസ് ചെയ്തു. ദെൻ ഇതെല്ലാം ബ്രിട്ടീഷേഴ്സ് അവിടെ നടപ്പിലാക്കിയിരുന്ന സിസ്റ്റംസിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തകർന്നത്. ദെൻ ഇൻ 1770s എ ടെറിബിൾ ഫാമൈൻ മീൻസ് പോവേർട്ടി അല്ലേ, പട്ടിണി മരണം, പോവേർട്ടി കിൽഡ് 10 million people in Bengal. 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 million പീപ്പിളോളം ഈ പോവേർട്ടി കാരണം ഭക്ഷണം കിട്ടാതെ എന്ത് ചെയ്തു മരണമടഞ്ഞു. എബൌട്ട് 1/3 ഓഫ് പോപ്പുലേഷൻ വാസ് വൈപ്ഡ് ഔട്ട്. 1/3 ആളുകളും എന്ത് ചെയ്തു മരണപ്പെട്ടു ബിക്കോസ് ഓഫ് ഫാമൈൻ, പോവേർട്ടി കൊണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി ദ നീഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ. അപ്പോൾ ബംഗാളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ആയാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ നികുതി പിരിക്കാൻ പറ്റില്ല അല്ലേ, ആളുകൾ ഒരുപാട് മരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു അഗ്രികൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ബ്രിട്ടീഷേഴ്സിന് ആവശ്യമായിട്ട് തോന്നി. ഫോർ ദാറ്റ് ദേ ഡിഡ് സംതിങ് ഫോർ ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ ദ കമ്മിങ് ക്ലാസ്. ഓക്കെ, what we studied today that you should read 5 times, and if you have any doubt you can ask to me. We can see in the next class with our next topic. Okay, thank you.